ഇന്നത്തെ വിന്നിംഗ് ടീം കണ്ടക്ട് ചെയ്യുന്ന കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ കേൾക്കാനായിട്ട് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന വ്യക്തികളെ പ്രത്യേകം കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, നിങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ, ഒരു സ്വപ്നമുള്ള വ്യക്തിയാണെങ്കിൽ അതെല്ലാം നേടിയെടുക്കാനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാനായിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് ഒരു പ്രസന്റേഷനിലേക്ക് കടക്കാം. ഈ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നതിലേക്കായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ഷംന ടീച്ചർ. മലപ്പുറം വേങ്ങര സ്വദേശിയാണ്, ബൈ പ്രൊഫഷൻ ടീച്ചറാണ്. ഈ ഒരു പ്രൊഫഷനെ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. മാമിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ഒരു പ്ലാൻ പ്രസന്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. Thank you, ma'am. Thank you so much. Very great introduction and introducing your master of ceremony. Great. Okay, thank you. Good morning, all of you. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഷംന, ഫ്രം മലപ്പുറം വേങ്ങര സ്വദേശിയാണ്. പ്രൊഫഷൻ ബൈ ടീച്ചിങ്. ഞാൻ ഈ ഒരു ജോബുമായിട്ട് കണക്ട് ആയിട്ട് ഏകദേശം 1 വർഷം ആവുന്നു. ഇതിലിപ്പോ സിൽവർ ഡയറക്ടർ എന്ന ഫിൽ ലെവൽ അച്ചീവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഗ്ലോബൽ സിഇഒയിലേക്ക് നമുക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു സ്ലൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വിസിബിൾ ആണോ? ഓഡിയബിൾ ആണോ? ഓക്കെ, താങ്ക് യു. ഇവിടെ സ്ക്രീനിൽ കാണാം വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ്. ഇത് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ്. ഈ ഒരു ഓർഗനൈസേഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏതൊരു മേഖലയിലാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, മെന്റർഷിപ്പ്, ട്രെയിനിങ് ഇതെല്ലാം വേണ്ടി വരുമല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഗൈഡൻസും ഒക്കെ ലഭിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ ഈ വിന്നിംഗ് ടീം എന്ന ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് സിഇഒ, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. കൺസ്യൂമറിനെ എംപവർ ചെയ്യിക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റമാണിത്. ബി എ സ്മാർട്ട് കൺസ്യൂമർ. ഒരു സ്മാർട്ട് കൺസ്യൂമർ ആയിക്കൊണ്ട് നമ്മളിലേക്കും നമ്മുടെ കൂടെ വരുന്നവരിലേക്കും ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. ഓക്കെ, വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. നമ്മളൊക്കെ മനുഷ്യരാണ്, ഒട്ടനവധി സ്വപ്നങ്ങൾ ഉണ്ടാവും. വ്യത്യസ്തമായിരിക്കാം. എനിക്കും എന്റെയും നിങ്ങളുടെയും ഒക്കെ സ്വപ്നങ്ങൾ ഒരുപാട് വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ഏതൊരു വ്യക്തിയിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് സ്വപ്നങ്ങളാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അല്ലെ. അതുപോലെ ഡ്രീം കാറുകൾ സ്വന്തമാക്കുക, വിദേശ ടൂറുകൾ പോവുക, നമുക്ക് നല്ലൊരു വീട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഫാമിലിയോടൊപ്പം നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നതൊക്കെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഇതെല്ലാം നമുക്ക് ഒരു കുടക്കീഴിൽ നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഓക്കെ, സക്സസ്ഫുൾ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ. തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ് ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇനഫ് മണി, ഇനഫ് ടൈം, പ്രോപ്പർ ഹെൽത്ത്, ലൈഫ് സെക്യൂരിറ്റി. ഇവ 4ഉം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ലൈഫ് പൂർണ്ണമായിട്ടും സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ഒരു 20 വയസ്സ് വരുന്ന ഒരു വ്യക്തിയെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ടൈം ഉണ്ടാവും, ഒരു ഹെൽത്ത് ഉണ്ടാവും, പക്ഷേ ക്യാഷ് ഉണ്ടാവില്ല. ഒരു 20 മുതൽ 60 വരെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് ഒരുപാട് ഹെൽത്ത് ഉണ്ടാവും, ഒരുപാട് ക്യാഷ് ഉണ്ടാവും, പക്ഷേ അത് എൻജോയ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. ഒരു 60 വയസ്സിന് മുകളിലേക്കാണെങ്കിലോ അവർക്ക് ടൈം ഉണ്ടാവും, ഒരുപാട് ക്യാഷ് ഉണ്ടാവും, നമുക്ക് ഹെൽത്തും വെൽത്തും കറക്റ്റ് ആയിട്ട് നമുക്ക് നേടിയെടുത്ത് നമുക്ക് നല്ലൊരു ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണിത്. നമുക്ക് നമ്മുടെ ഇൻകത്തിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം അല്ലെ. നമുക്ക് നമ്മുടെ ഇൻകത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കിപ്പോ നോക്കാം. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാന നില എന്താണ്? വാട്ട് അബൌട്ട് യുവർ സേവിംഗ് ഫോർ ഫ്യൂച്ചർ? നിങ്ങൾ ഭാവിയിലേക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ?
ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? നിങ്ങളുടെ വരുമാനം പെട്ടെന്ന് നിലച്ചു പോയാൽ മുന്നോട്ടുള്ള ലൈഫ് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? അതുപോലെ ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നല്ലൊരു ടൈം നിങ്ങൾക്ക് ഇപ്പോൾ ചെലവഴിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇതിന്റെയൊക്കെ ആൻസർ നോ 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 എന്നായിരിക്കും അല്ലെ? എങ്കിൽ ഈ ഒരു പ്രോജക്റ്റിലൂടെ ഇതിനെല്ലാം ഉള്ള ഒരു ആൻസർ തീർച്ചയായിട്ടും നമുക്ക് യെസ് എന്നാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇവിടെ ഇവിടെ ഒരു നമ്മുടെ ഇംഗത്തെ 4 ടൈപ്പായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നപ്പോഴാണ് ഇൻകം ഇങ്ങനെ 4 ടൈപ്പായിട്ടുള്ളത് എനിക്ക് തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയി ESBI. ഇതിൽ എംപ്ലോയി എന്ന് പറയുന്നത് ഒരു സ്ഥിരം ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി, ഒരു എംപ്ലോയി ആണ്. അതുപോലെ സെൽഫ് എംപ്ലോയി, ഒരു സ്വന്തം സ്കിൽ ഉപയോഗിച്ച് ഒരു വരുമാനം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി. അതുപോലെ ടീച്ചർ, അതുപോലെ ഒരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും ഒരു ഡാൻസർ, സിംഗർ, ഇവരൊക്കെ ഇവരുടെ സ്കിൽ ഉപയോഗിച്ചിട്ടാണ് ഒരു വരുമാനം ഏൺ ചെയ്യുന്നുണ്ടാവുക. തീർച്ചയായിട്ടും പോപ്പുലേഷനിൽ 95% ആളുകളും ഇന്ന് ആക്റ്റീവ് ഇൻകത്തിന്റെ ആളുകളാണ്. ഇവർക്ക് സമ്പത്തിലേക്ക് എന്ന് പറയാൻ വെറും 5% മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പാസീവ് ഇൻകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബിസിനസ് ഓണേഴ്സ്, തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ കല്യാൺ സിൽക്സ്, അതുപോലെ ലുലു മാള്, ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് അവിടെ ഒരു സിസ്റ്റം ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഷോപ്പിലൊന്നും പോയ ഒരിക്കലും ഇതിന്റെ ഓണേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെ? അവർക്ക് പകരം അവിടെ പ്രവർത്തിക്കുന്നത് എന്താണ്? ആ ഒരു സിസ്റ്റം ആണ്. ആ ഒരു സിസ്റ്റം അവിടെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ ഫാമിലിയിലേക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ഇൻകം എത്തുന്നുണ്ടാവും. പിന്നെ വരുന്നത് ഇൻവെസ്റ്റർ ആണ്. ഇൻവെസ്റ്ററും ഈ ഒരു കാറ്റഗറിയിൽ പെട്ടത് തന്നെയാണ്. കാരണം അവരുടെ ഹ്യൂജ് എമൗണ്ട് എവിടെയെങ്കിലും നിക്ഷേപിച്ചുകൊണ്ട് പണത്തിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഇൻവെസ്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പോപ്പുലേഷനിൽ 5% ആളുകൾ മാത്രമേ ഇന്ന് പാസീവ് ഇൻകത്തിന്റെ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. 95% സമ്പത്തും ഇവരുടെ കൈകളിലായിരിക്കും. ഓക്കെ, വട്ട് യു ഗെറ്റ്? നമുക്ക് എന്തെല്ലാം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഒരു എക്സ്ട്രാ ഇൻകം, നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒന്നും തടസ്സപ്പെടുത്താതെ തന്നെ ഒരു അഡീഷണൽ ഇൻകം നമുക്ക് നേടിയെടുക്കാനുള്ള വലിയൊരു അവസരമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ടാകും. നമ്മളൊക്കെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നുണ്ടാവുക. നമുക്ക് ഒട്ടനവധി സ്വപ്നങ്ങൾ ഉണ്ടാവാം, ആവശ്യങ്ങൾ ഉണ്ടാവാം, ആഗ്രഹങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതിനെയെല്ലാം നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. കാരണം എന്താണ്? നമുക്ക് സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ലാത്തത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും കണക്ട് ആവുകയാണെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. നമ്മുടെ സ്വപ്നങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ ഇഷ്ടങ്ങള്, അതൊന്നും നമുക്ക് പ്രൈസ് ടാഗ് നോക്കാതെ തന്നെ നിറവേറ്റാനുള്ള വലിയൊരു അവസരം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ടൈം ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ വെറും 2 മണിക്കൂർ മാത്രം നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഫ്രീ ടൈം എന്ന് പറഞ്ഞ് നമ്മൾ പാഴാക്കി കളയുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മുടെ ഫ്രീ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഇന്ന് യൂട്യൂബിൽ അതുപോലെ റീലും അതുപോലെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് അതൊക്കെ അതിൽ കറക്റ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ സ്ഥിരം വരുമാനം എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ നെറ്റ് ഉപയോഗിച്ച്, നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മൾ അത് കാണുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനത്തിന് പുറകെയാണ് നമ്മൾ ഇന്ന് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം ഇതിലേക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്കൊരു മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അത് നമ്മളൊക്കെ ഇന്ന് രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ആളുകളാണല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ രോഗം വരാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള സൊല്യൂഷനാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതുപോലെ ലിവ് എ ലെഗസി, നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രോജക്റ്റ് അല്ല. തീർച്ചയായിട്ടും നമ്മുടെ 3 തലമുറകൾക്ക് കൈമാറ്റം ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് ലെജൻഡറി ലൈഫ് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്തു വെച്ച മൂല്യങ്ങൾ, നേട്ടങ്ങൾ, ഇതെല്ലാം നമ്മുടെ വരും തലമുറയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഞാനിപ്പോ ഒരു ടീച്ചറാണ്. എന്റെ ടീച്ചർ ജോലി ഒരിക്കലും എന്റെ കുഞ്ഞിനെ മാറിക്കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ നല്ല രീതിയിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 18 വയസ്സാകുമ്പോൾ അതേപോലെ ഞാൻ എന്താണോ അനുഭവിച്ചത് അതുപോലെ തന്നെ നമുക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഏർലി റിട്ടയർമെന്റ്, നമുക്കറിയാം ഇന്ന് ഗവൺമെന്റ് പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 60-65 വയസ്സ് വരെയൊക്കെ ആ ഒരു പോസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ അവരുടെ പ്രായം അത്രത്തോളം അതിക്രമിച്ചു പോയിട്ടുണ്ടാകും.
ആയിട്ടുണ്ടാവും, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം ബാക്കിയായിട്ടുണ്ടാവും, ഒരുപാട് ബാധ്യതകളുമായിട്ടായിരിക്കാം ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് അവർ തിരിച്ചു വരുന്നുണ്ടാവുക അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിൽ ഒരു സിസ്റ്റം ആണുള്ളത്. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു 5 വർഷം കൊണ്ട് തന്നെ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാനും ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് ഇവിടെ സാധ്യമാണ്. ഞാൻ പറഞ്ഞു വിന്നിംഗ് ടീം എന്ന ഒരു ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും മെന്റർഷിപ്പും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നത് വഴി നമുക്ക് നമ്മളിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, നമ്മളൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കാം നമ്മൾ ടൂർ പോകുന്നുണ്ടാവുക അല്ലെ. പക്ഷേ ഈ ഒരു പ്രോജക്റ്റിലൂടെ വിദേശ ടൂറുകൾ പോകാനുള്ള ഒരു അവസരങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ടാകും. എങ്ങനെയാണ്? നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലെ. അവരുടെ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരെ സഹായിക്കുക എന്നത് എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. കാരണം എക്സ്പെൻസ് എല്ലാം അത്രയധികം കൂടിയ കാലഘട്ടത്തിലാണ് നമ്മളും എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിത ചുറ്റുപാടുകളിലാണ്, തിരക്കുകളിലാണ്. അപ്പൊ ഒരു വ്യക്തിയെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്ക് സാധിക്കില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ അവരിലേക്ക് കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഓക്കെ, ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നാണ്. 2004 ഡൽഹി ബേസ്ഡ് പ്രവർത്തനം ആരംഭിച്ച ഒരു ഇന്ത്യൻ കമ്പനിയാണ് വെസ്റ്റീജ്. ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ വെറും 10 പ്രോഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ 2 വന്നപ്പോൾ 21 വർഷം വലിയൊരു സക്സസോട് കൂടി പൂർത്തീകരിച്ച ഈ ഒരു കമ്പനിക്ക് ഇന്ന് 450ഓളം ഓൺ പ്രോഡക്റ്റുകളും 5000-ലേറെ ഓഫീസുകളും 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറുമാണുള്ളത്. 1000 പ്രോഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇതിലെ ഫൗണ്ടേഴ്സ് ആണ് മിസ്റ്റർ ഗൗതം ബാലി സർ, അതുപോലെ കൺവർബിൽ സിംഗ് സർ, ദീപക് സൂർ സർ. ഇവരുടെ 3 മാനേജിംഗ് ഡയറക്ടേഴ്സിന്റെ വിഷനും മിഷനുമാണ് ഈ ഒരു വെസ്റ്റീജ് കമ്പനി. ജനങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ സഹായിക്കുക, അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ തന്നെ ഒരു മാനദണ്ഡമായി മാറുക എന്നതുമാണ് ഇവരുടെ വിഷനും മിഷനും. ഓക്കെ, ഇത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നാണ്. വേൾഡിലെ 38ാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇത് ഇന്റർനാഷണൽ രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഐവറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ റൺ ചെയ്തു വരുന്നു. നിലവിൽ റൺ ചെയ്തു വരുന്നു. 30ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ആവാൻ നിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഓക്കെ, ഒരുപാട് അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഗ്ലോബൽ 100 അവാർഡ്, അതുപോലെ ബെസ്റ്റ് കമ്പനിക്കുള്ള അവാർഡ്, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ള അവാർഡ്, ഇങ്ങനെ ഒട്ടനവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. പ്രൊഡക്റ്റ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്, വിപുലമായിട്ടുള്ള ഒരു ശ്രേണി തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ടാവും. അഫോർഡബിൾ പ്രൈസിലാണ്, ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ കഴിയുന്ന വിലയിലാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ ഉള്ളത്. അതുപോലെ ഇന്റർനാഷണൽ ക്വാളിറ്റി, നമ്മുടെ രാജ്യത്ത് ഒന്നും മറ്റുള്ള രാജ്യത്ത് വേറെ ഒന്നല്ല, എല്ലായിടത്തും ഒരേ ക്വാളിറ്റിയിലാണ് നമുക്ക് പ്രോഡക്റ്റുകൾ ലഭിക്കുന്നത്. മണി ബാക്ക് ഗ്യാരണ്ടി ഇവിടെ നമുക്ക് അഷ്വർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ കമ്പനികളുടെ പ്രോഡക്റ്റ് എല്ലാം 16 കാറ്റഗറികളിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. വെസ്റ്റീജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹെർട്ട്, ഫിറ്റ്നസ് ഡയറ്റ്, ഗ്ലിസമിക് ഹെൽത്ത്, അതുപോലെ ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഡെക്ടോസ് റെജുവിനേഷൻ, അതുപോലെ വുമൻസ് ഹെൽത്ത്, ആയുഷ് ആൻഡ് ഹെൽത്ത് ഫുഡ്, ബ്യൂട്ടി, പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്, സ്കിൻ കെയർ പ്രോഡക്റ്റ്, അതുപോലെ കളർ കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്, അഗ്രികൾച്ചർ, വാട്ടർ പ്യൂരിഫയർ ആൻഡ് മെനി മോർ. ഇത്തരം പ്രോഡക്റ്റുകളാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ കാണുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതൊന്നും മെഡിസിൻ അല്ല. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒന്നും നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒന്നും കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല അല്ലെ. നമ്മളൊക്കെ ഇന്ന് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന ആളുകളാണ്. ഒരു ഡോക്ടറോട് പോയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എനിക്ക് എന്റെ ആരോഗ്യത്തെ രോഗം വരാതെ സംരക്ഷിക്കാനുള്ള മെഡിസിൻ വേണമെന്ന് നമുക്ക് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് കിട്ടുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ ഇന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു, ഒരുപാട് രോഗികളാവുന്നു. അതാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലർക്കും അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ രോഗം വരാതെ സംരക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും പ്രൊട്ടക്ഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ്. ഇന്ന് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ പറയുന്നത് കേൾക്കാം, മുട്ടുവേദന, അതുപോലെ ജോയിന്റ് പെയിൻ ആണ് എന്നൊക്കെ. തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന പ്രോഡക്റ്റ് കാൽസ്യം ഗ്ലൂക്കോസമിലൂടെയൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഗ്ലിസമിക് ഹെൽത്ത്, നമുക്ക് ഷുഗർ വരാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഷുഗർ വന്നതിനെ 100%
മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഈ പ്രോഡക്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടാവും. പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആണ്. നമുക്ക് ഈ കൊറോണ വന്നപ്പോഴാണ് ഈ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് കൂടുതലായിട്ടും കേട്ടിട്ടുണ്ടാവുക അല്ലെ? തീർച്ചയായിട്ടും ഇപ്പോ നമുക്ക് ഇപ്പൊ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോനി ഒരു പവർഫുൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. വേദന സംഹാരിയായിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ സ്പൈർലുന ഒരു കടൽ പായലാണ്. നാസ ഇതിനെ ഒരു ഹെൽത്ത് ഫുഡായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് സ്പൈർലിനയിൽ 1000 കിലോ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിരിക്കുന്നതിനേക്കാൾ പോഷക അംശങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്പൈർലിന നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാകും. പിന്നെ വരുന്നത് അലോവേരയാണ്. അലോവേര ഒരു മിറാക്കിൾ പ്ലാന്റ് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ സ്കിന്ന് മുടിയുടെ ഒക്കെ ആരോഗ്യത്തിന് തീർച്ചയായിട്ടും അലോവേര നമുക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കിഡ്നി ലിവർ ഹെൽത്തിന്റെ ഒക്കെ ആരോഗ്യത്തിന് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടാകും. പിന്നെ വെസ്റ്റീജ് പ്രൈമിലേക്ക് വരുമ്പോൾ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്, ഇത് ചെറിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് വിശപ്പില്ലാത്ത കുട്ടികളുണ്ട്, ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ കാണാറുണ്ട് അല്ലെ? തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാകും. അതുപോലെ സീബക്തോൺ ദ വണ്ടർ ബെറി എന്നാണ്. കാരണം ഇത് ഹിമാലയൻ മലനിരകളിലാണ് ഇത് കാണപ്പെടുന്നത്. നമുക്ക് സീബക്തോൺ ആന്റി ഏജിനാണ്, ആന്റി ഡിസീസ് ആണ്, ആന്റി ക്യാൻസർ ആണ്. തീർച്ചയായിട്ടും നമുക്ക് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു ഭണ്ഡാരം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ടാകും. ഇതില് ഒമേഗ 369 ഇത്രയും ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നഖം മുതൽ മുടി വരെയുള്ള ആരോഗ്യ സംരക്ഷണത്തിന് ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. അതുപോലെ ഡെക്ടോസ് റെജുനേഷൻ, ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും വായുവിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻ അടിഞ്ഞുകൂടുന്നുണ്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നമുക്കതിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഫൈബർ ഇന്ന് മലബന്ധ പ്രശ്നങ്ങൾക്ക്, പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾക്ക്, ഷുഗർ, കൊളസ്ട്രോൾ, ഇതിനൊക്കെ ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഫുഡ് പാച്ച് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരം കാലിനടിയിൽ ഒരു പാച്ച് ഒട്ടിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ടോക്സിൻ റിമൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടാവും. അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഐസപ്പോർട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫിറ്റ്നസ് ഡയറ്റ്, വെയിറ്റ് മാനേജ്മെന്റിന് ഒരു പവർഫുൾ കോമ്പിനേഷൻ ആണ് ഈ ഒരു കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ്. വെസ്ലിം ടീ, ഷെയ്ക്ക്, അതുപോലെ ക്യാപ്സൂള് അവൈലബിൾ ആണ്. അതുപോലെ വുമൻസ് ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും സ്ത്രീകളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ പ്രോ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുള്ള വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് ഫ്ലാക്സ് ഓയിൽ, ചെറുചെണ എന്ന ചെടിയുടെ വിത്തിൽ നിന്നും എടുക്കുന്ന ഓയിലാണ്. ഇതിൽ ഒമേഗ 3-6 അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടാകും. ആയുഷാന്റയിലേക്ക് വരുമ്പോൾ പിന്നെ ആയുർവേദത്തിന്റെ 100% ആയുർവേദത്തിന്റെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ഫുഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് ചെട്ടാട്ടി, കോഫി പൗഡർ, അതുപോലെ റൈസ് ബാൻ ഓയിൽ, നമുക്കൊക്കെ ഇന്ന് വെളിച്ചെണ്ണയൊക്കെ ഭയങ്കരമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? തീർച്ചയായിട്ടും നമ്മുടെ വെസ്റ്റീജിന്റെ റൈസ് ബാൻ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഇതിലൂടെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ എനർവയുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്നാക്ക് ബാറുകൾ ഉണ്ട്. അതുപോലെ സ്പ്രേയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ സിയുടെ അഭാവം മൂലം പല പ്രശ്നങ്ങളും പെട്ടെന്നുള്ള അബോധാവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ പെട്ടെന്ന് റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള 4 ടൈപ്പ് സ്പ്രേ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഓറൽ കെയറിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് പേസ്റ്റ്, അതുപോലെ മൗത്ത് വാഷ് ആൻഡ് ബ്രഷ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ പേഴ്സണൽ കെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാൻഡ് ആൻഡ് ബോഡി ലോഷന്, അതുപോലെ കുറച്ചധികം ക്രീമുകൾ, അതുപോലെ ഹെയർ ഓയിൽ, ഷാംപൂ, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നാച്ചുറൽ പേഴ്സണൽ കെയറിലേക്ക് നോക്കുകയാണെങ്കിൽ മഡ് മാസ്ക്, പപ്പായ സ്ക്രബ്, ചാർക്കോൾ ഫീലോസ് മാസ്ക്, ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. മാച്ച് ഡ്രൈവിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ എഫിഷ്യൻസി കൂട്ടാനുള്ള എഞ്ചിൻ ഓയിൽ അവൈലബിൾ ആണ്. അതുപോലെ ഹൈവേസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹോം ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ചധികം പ്രോഡക്റ്റുകൾ, ഡിഷ് വാഷ്, ഹോം ക്ലീൻ, അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ ഡിറ്റർജന്റ് പൗഡർ, അങ്ങനെ കുറച്ചധികം പ്രോഡക്റ്റുകൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ട്രൂമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുള്ള സോപ്പ് ആൻഡ് ഫേസ് വാഷ് ഇവിടെ അവൈലബിൾ ആണ്. വെല്ലിലേക്ക് കളർ കോസ്മെറ്റിക്സ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. മിസ്റ്റർ ഓഫ് മിലനിലേക്ക് നോക്കുകയാണെങ്കിൽ കാജല്, ലിപ്സ്റ്റിക്, അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ സ്കിൻ ഫോർമുല 9ലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്നുണ്ടാകും അണ്ടർ ഐ സിറം. ചില ആളുകൾക്ക് കാണാം കണ്ണിന്റെ അടിയിൽ കറുത്ത പാടുകളെ അത് മാറ്റാനുള്ള അണ്ടർ ഐ സിറം, അതുപോലെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള ഡീപ്പായിട്ടുള്ള മുഖത്ത്
മുഖത്ത് വന്നിട്ടുള്ള പാടുകൾ മാറ്റാനുള്ള ബ്ലെമിഷ് സ്റ്റിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ അഗ്രി പ്രോഡക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മണ്ണിന്റെ ബലപുഷ്ടി ഒട്ടും കുറയ്ക്കാതെ തന്നെ നമുക്ക് ചെലവ് ചുരുക്കിക്കൊണ്ട് വിളവ് കൂട്ടിയെടുക്കാനുള്ള കുറച്ചധികം അഗ്രി പ്രോഡക്റ്റുകൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാറ്റഗറിയാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ്. അത് നമുക്ക് വാട്ടർ പ്യൂരിഫയർ, എയർ പ്യൂരിഫയർ, ഇങ്ങനെ 2 ടൈപ്പ് പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി. ഇതൊക്കെ നമ്മൾ നിലവിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ്. നമ്മൾക്ക് നമ്മുടെ വീടുകളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഒട്ടനവധി കമ്പനികളുടെ വ്യത്യസ്തമായിട്ടുള്ള പല ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിലുണ്ട് അല്ലെ. തീർച്ചയായിട്ടും ഇതൊക്കെ വാങ്ങുന്നത് കമ്പനിയിൽ നമ്മൾ ആരും ഇന്ന് വരെ നേരിട്ട് പോയി മേടിച്ചിട്ടില്ല. ഇത്തരം പ്രോഡക്റ്റുകൾ ഒരു കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നും നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിലുണ്ട് എന്നും നമ്മൾ അറിയുന്നത് പരസ്യക്കാരും ഇടനിലക്കാരും വഴിയാണ്. C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിൽ, റീറ്റെയിൽ, ഇവരുടെ എല്ലാം കൈകൾ മറിഞ്ഞിട്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തുന്നത്. അപ്പൊ കമ്പനിക്ക് മേക്കിംഗ് കോസ്റ്റ് വെറും 40% തുക മാത്രമേ വരുന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് കമ്പനി ഒരു പ്രോഡക്റ്റിന് ഈടാക്കുന്നത് 100 രൂപയാണ്. 60% തുക പോകുന്നത് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ്. സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് പരസ്യം ചെയ്യുന്നു, നമ്മളത് മിനിറ്റിന് പരസ്യം കാണുന്നു, നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. നമുക്ക് അതുകൊണ്ട് യാതൊരുവിധ ബെനിഫിറ്റും നമുക്കില്ല. നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതിന്റെ ലാഭവിഹിതം കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും കമ്പനിയും ഈ ഇടനിലക്കാരും പരസ്യക്കാരുമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ബൂസ്റ്റിന്റെ പരസ്യം ചെയ്യുന്നത് ആരാണ്? സച്ചിനാണ്. സച്ചിൻ ശരിക്കും ബൂസ്റ്റ് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ബൂസ്റ്റ് കഴിച്ചിട്ടാണോ എനർജിയുടെ കാര്യം പറയുന്നത്? അല്ല. ഇവിടെ മാർക്കറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടി കമ്പനി 60% തുക മാറ്റിവെച്ചിട്ടുണ്ട്. ആ ഒരു 60% തുക ആ ഒരു പ്രോഡക്റ്റിന്റെ, ഒരു കമ്പനി ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റിന്റെ പരസ്യം ചെയ്യുന്ന ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കതിൽ യാതൊരുവിധ ലാഭവും നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിൽ മറ്റൊരു മെത്തേഡാണ് ടാക്സ് സെല്ലിംഗ്. വെസ്റ്റീജ് കമ്പനി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ആരുമില്ല. എല്ലാവരെയും പാടെ കമ്പനി ഒഴിവാക്കിയിരിക്കുകയാണ്. കമ്പനിയും കൺസ്യൂമർ ആയിട്ടുള്ള നമ്മളും നേരിട്ടുള്ള ഒരു ഇടപാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കമ്പനിക്ക് മേക്കിംഗ് കോസ്റ്റ് വരുന്ന 40% തുക മാത്രമേ കമ്പനി എടുക്കുന്നുള്ളൂ. ഇവിടെ 60% തുക നമ്മളിലേക്ക് തന്നെ കമ്പനി വീതിച്ചു തരികയാണ്. നമ്മൾ കമ്പനിയിൽ നിന്ന് കമ്പനി ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. കമ്പനിയുടെ ലാഭവിഹിതം 60% തുക കമ്പനി നമ്മൾക്ക് തന്നെ തിരിച്ചു തരികയാണ്. ട്രഡീഷണൽ സെല്ലിംഗിലെ ആ 60% തുക ആർക്കാണ് പോയിട്ടുള്ളത്? ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ്. ഇവിടെ അതേ 60% തുകയുണ്ട്. തീർച്ചയായിട്ടും നമുക്കും റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടാവും. ട്രഡീഷണൽ സെല്ലിംഗിൽ ഇന്നും നമ്മളിലൂടെയാണ് റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ഇടനിലക്കാരും പരസ്യക്കാരും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് ഈ വെസ്റ്റീജ് കമ്പനികളിലൂടെ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ഒരു പാർട്ടാവാൻ വേണ്ടി ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ ചെറിയൊരു മാറ്റം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. നമ്മൾ ഇത്രകാലം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി ഒന്ന് അവിടെ മാറ്റിക്കൊണ്ട് ഡയറക്ട് സെല്ലിംഗിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. നിങ്ങളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കണക്ട് ചെയ്ത വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഒരു പാർട്ടാവാൻ സാധിക്കുന്നുണ്ടാകും. ഓക്കെ. ഒരു കൺസ്യൂമറായി നിൽക്കുമ്പോൾ തന്നെ 50% ബെനിഫിറ്റ്സ് കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. MRP 10 to 20 ഓഫ്. MRP പ്രൈസിൽ നിന്നും 10 മുതൽ 35% വരെയൊക്കെ ഓഫിലാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും ലഭിക്കുന്നത്. അതുപോലെ റീപർച്ചേസിംഗ് ഓഫർ അപ് ടു 10%, ക്യാഷ് ബാക്ക് 5 to 60%. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 5%-ലായിരിക്കാം, പിന്നെ അത് 8-ലേക്ക് പോകും, പിന്നെ 12-ലേക്ക് പോകും, പിന്നെ 16-ലേക്ക് പോകും. 16% ക്യാഷ് ബാക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുപോലെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. കമ്പനിക്ക് 450ഓളം പ്രോഡക്റ്റുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, നമുക്കത് ഇഷ്ടമാകുന്നില്ല, നമ്മൾ തിരിച്ചു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന്റെ ഒരു കാരണം സഹിതം വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് 100% മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനി അഷ്വർ ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് കൺസിസ്റ്റൻസി ഓഫർ. നമ്മളൊരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആവുക. തീർച്ചയായിട്ടും നമ്മൾ ട്രഡീഷണൽ സെല്ലിംഗിൽ സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആണ് അല്ലെ. നമുക്ക് ഇന്ന് വരെ ഒരു പ്രോഡക്റ്റ് പോലും ആരും ഫ്രീ തന്നിട്ടില്ല, ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ വെസ്റ്റീജ് കമ്പനിയുടെ ഒരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആവുകയാണെങ്കിൽ നമ്മൾ 4 മാസം അടുപ്പിച്ച് 100 പോയിന്റ് വാല്യൂവിനുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 5-ാമത്തെ മാസം അവിടെ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കമ്പനി 3000 രൂപയുടെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടാവുക. ഇതൊരു ജോയിനിങ് സ്കീം ഒന്നുമല്ല, ഇത് കമ്പനിയുടെ ഒരു വലിയൊരു ഓഫറാണ്. ഇതൊരു വൺ ടൈം ഓഫറും അല്ല. നമുക്ക് എത്ര കാലമാണോ കമ്പനിയുടെ ഒരു കസ്റ്റമറായിട്ട് നമുക്ക് തുടരാൻ സാധിക്കുന്നത് അത്രയും കാലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഓഫർ കൂടിയാണിത്. ഓക്കെ.
നമ്മൾ ഇതിനൊരു ബിസിനസ് ആയിട്ടാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ 9 ടൈപ്പ് വരുമാനങ്ങളാണ് കമ്പനി നമുക്ക് നൽകുന്നത്. സേവിംഗ് ബോണ്ട് കൺസപ്ഷൻ 10-20, അതുപോലെ പെർഫോമൻസ് ബോണസ് 5-60, ഡയറക്ട് ബോണസ് 15%, ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവറൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, അതുപോലെ ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ് ബോണസ് 2%. ഓക്കെ, നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത ഒരു വ്യക്തി ഉണ്ടാവും, നമ്മുടെ സ്പോൺസർ, നമ്മളോടൊപ്പം കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും, വിന്നിംഗ് ടീം എന്നൊരു സിസ്റ്റവും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. പെർഫോമൻസ് ബോണസ് ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഒരു 30-35 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു പോയിന്റ് ആണ് നമുക്ക് ലഭിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ 5%ലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. അതുപോലെ 18,000 രൂപയുടെ ബിസിനസ് ആണ് കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ, നമ്മളും നമ്മുടെ ടീമും കൂടെ കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ 600 പോയിന്റ് വാല്യൂവിൽ എത്തിയിട്ടുണ്ടാകും. അവിടെ നമ്മൾ 8% ലെവൽ എന്ന് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. എവിടെ നമ്മൾ നിർത്തി 600-ൽ നിന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. 72,000 രൂപയുടെ ബിസിനസ് ആണ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്നത് എങ്കിൽ നമ്മൾക്ക് 2,400 പോയിന്റ് വാല്യൂവിൽ നമ്മൾ എത്തിയിട്ടുണ്ടാകും. അവിടെ നമ്മൾ 12% എന്നൊരു ലെവലിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. 1,65,000 രൂപയുടെ ബിസിനസ് ആണ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 16% അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. ഇവിടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് 8% ആവാനുള്ള ഒരു സിംഗിൾ വഴി ഇവിടെ കാണുന്നുണ്ട്. സിംഗിൾ മന്തില് നമ്മൾ നമ്മുടെ കൂടെ വന്നവരും കൂടി ഒരു 300 PV നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് ലെവൽ 8% നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. നമുക്കൊരു സിംഗിൾ മന്തിൽ ബ്രോൺസ് ഡയറക്ടർ ആവാൻ 5,500 പോയിന്റ് വാല്യൂ എന്നുള്ളിടത്ത് 4,500 പോയിന്റ് വാല്യൂ നമ്മൾ കരസ്ഥമാക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഫസ്റ്റ് ലെവലായ ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ നമ്മുടെ കൂടെ വന്നവരുടെയും ബിസിനസ് വോളിയത്തിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മളൊരു ബ്രോൺസ് ഡയറക്ടർ ആവുന്നത്. ഓക്കെ, നമ്മൾ ബ്രോൺസ് ആയി നമ്മളെ കൂടെ വന്ന ഒരു വ്യക്തിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവൽ അച്ചീവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സിൽവർ ഡയറക്ടർ എന്ന പൊസിഷൻ കമ്പനി നൽകുന്നുണ്ടാകും. ആ ഒരു അംഗീകാരം കമ്പനി നൽകുന്നുണ്ടാകും. ആ ഒരു ടൈമിൽ നമുക്ക് ട്രാവൽ ഫണ്ട്, അതുപോലെ LOB ലീഡർഷിപ്പ് ഓവറൈഡിംഗ് ബോണസ് കമ്പനി നമുക്ക് നമ്മുടെ ബിസിനസ് വോളിയത്തിനനുസരിച്ച് നമുക്ക് നൽകുന്നുണ്ടാകും. അതുപോലെ 2 ഫാമിലിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുകയാണെങ്കിൽ നമ്മൾ ഗോൾഡ് ഡയറക്ടർ എന്ന പൊസിഷനിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. അവിടെ നമുക്ക് വിദേശ ടൂറുകൾ പോകാനുള്ള അവസരമുണ്ട്. അതുപോലെ 3 ഫാമിലിയാണ് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റാർ ഡയറക്ടർ എന്ന ലെവലിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. അവിടെ നമുക്ക് കാർ ഫണ്ട് 3% കമ്പനി നൽകുന്നുണ്ട്. ഇത് 5% കമ്പനി നൽകുന്നുണ്ട്. ഇതൊരു ലൈഫ് ലോങ് വരുമാനം കൂടിയാണ് കേട്ടോ. അതുപോലെ 4 ഫാമിലിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുകയാണെങ്കിൽ നമ്മൾ ഡയമണ്ട് ഡയറക്ടർ എന്ന പദവി നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ രണ്ടാമത്തെ വിദേശ ടൂർ പോകാനുള്ള, ഏഷ്യൻ ട്രിപ്പും യൂറോപ്യൻ ട്രിപ്പും പോകാനുള്ള ഒരു അവസരം നമുക്ക് കമ്പനി നൽകുന്നുണ്ട്. അതുപോലെ 6 ഫാമിലിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ക്രൗൺ ഡയറക്ടർ എന്ന പദവി നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഹൗസ് ഫണ്ട് 3%, നമ്മുടെ ടീമിൽ നടന്ന ബിസിനസ്സിനനുസരിച്ച് വോളിയത്തിനനുസരിച്ച് നമുക്ക് ഹൗസ് ഫണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു അവസരം ഈ ഒരു പൊസിഷനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ വന്ന 8 പേരെയാണ് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നത് എങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പദവി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ടാകും. 12 പേരെയാണ് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നതെങ്കിൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പദവി നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. 16 പേരെയാണ് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നതെങ്കിൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പദവിയിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാനും, അതുപോലെ 8 മുതൽ 16 മുതലിലേക്ക് ആളുകളെ ബ്രോൺസ് ഡയറക്ടർ ആക്കിയാൽ കമ്പനിയുടെ മൊത്തം ടേൺ ഓവറിന്റെ 2% നമുക്ക് നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. വെസ്റ്റീജിന്റെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് ഇത്രയും രാജ്യങ്ങളിൽ നമുക്ക് ടൂർ പോകാനുള്ള ഒരു അവസരം കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. വെസ്റ്റീജിന്റെ കാർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാറുകൾ സ്വന്തമാക്കാനുള്ള അവസരം നമുക്ക് കമ്പനി നൽകുന്നുണ്ട്. വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് സ്ക്വയർ ഫീറ്റ് നോക്കാതെ നമുക്ക് സ്വപ്ന ഭവനം തന്നെ നിർമ്മിക്കാനുള്ള ഒരു അവസരം കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. എന്നിവിടെ കാണിച്ചിരിക്കുന്നത് ലെറ്റ് സീ ദ ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി. ഇന്ന് ലോകത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 വലിയ ഇൻഡസ്ട്രികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നെറ്റ്വർക്ക് ക്രിയേഷൻ ആണ്. അടുത്തത് വെൽനസ് ആണ്. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന മേഖലയാണ് വെൽനസ്. ഇവിടെ ഒരു പുസ്തകമാണ് കാണിച്ചിരിക്കുന്നത്, ദ വെൽനസ് റെവല്യൂഷൻ. ഇത് എഴുതിയിരിക്കുന്നത് അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള പോൾസാൻ പിൽസർ ആണ്. ഇദ്ദേഹം ഈ ഒരു പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്. 40 വർഷങ്ങൾക്ക് മുമ്പേ IT പ്രവേശിച്ച ഒരു വ്യക്തിയാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ റവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്നത് വെൽനസ് യുഗം ആയിരിക്കുമെന്ന്. തീർച്ചയായിട്ടും ഇതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. ഇന്ന് നമുക്കറിയാം ജിം, യോഗ, മെഡിറ്റേഷൻ, ഫുഡ് ഇൻഡസ്ട്രി, വാട്ടർ ഇൻഡസ്ട്രി ഇതെല്ലാം ഓൺലൈൻ വഴി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്.
മാറിയിരിക്കുന്നത് അല്ലെ. ഇതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ് കൂടിയാണ് ഇ കൊമേഴ്സ് രീതിയിലും നമ്മൾ ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ. ഫ്ലിപ്കാർട്ട് മീഷോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊന്നും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല. ഇതിന്റെയൊക്കെ ലാഭവിഹിതം കൊണ്ടുപോകുന്നത് ആരാണ്? അമേരിക്കൻ കമ്പനികളാണ്. അപ്പൊ ഇ കൊമേഴ്സ് മെത്തേഡിലൂടെ തന്നെ വെസ്റ്റീജിന്റെ സ്വന്തം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വെസ്റ്റീജിന്റെ സ്വന്തം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും ബിസിനസ് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ ടേക്ക് എ ഗുഡ് ഡിസിഷൻ. എന്തായാലും നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുക. തീരുമാനം നിങ്ങളുടേതാണ്. നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെൽക്കം ടു ഇന്ത്യ ട്രസ്റ്റഡ് ബ്രാൻഡ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി അറ്റ് വെസ്റ്റീജ്. ആർ യു റെഡി? ഓക്കെ, താങ്ക് യു. വിഷ് യു വെൽത്ത് ആൻഡ് ബാക്ക് ടു MC. Thank you so much, ma'am. It's a excellent presentation for us. Thank you so much. ഈ ഒരു ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ട് ടീച്ചർ എന്ന ആ ഒരു പ്രൊഫഷനോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ്സും വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ സിൽവർ ഡയറക്ടർ വിത്ത് ട്രാവൽ ഫണ്ട് അച്ചീവർ കൂടിയായിട്ടുള്ള മാം ഇനിയും വളരെ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ മാമിനുള്ള ഈ ഒരു നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രസന്റേഷൻ കാഴ്ചവെച്ച മാമിനുള്ള താങ്ക്സ് നമുക്ക് ഈ ഒരു ചാറ്റ് ബോക്സിലൂടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലോസിംഗ് സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മിസ്റ്റർ ഷാജി മീത്തൽ സാറിനെയാണ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോൾ ഫാമിലിയോടൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വളരെ പാർട്ട് ടൈം ആയിട്ട് തന്റെ ജോലിയോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് കടന്നു വന്ന അദ്ദേഹം ഈ ഒരു ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഈ ഒരു ബിസിനസ്സിൽ ഇന്റർനാഷണൽ ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള ഷാജി മീത്തൽ സാറിനെ ഞാൻ ഈ ഒരു ക്ലോസിംഗ് സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സുഷിത. വളരെ വണ്ടർഫുൾ ആയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ ഷംന ടീച്ചറുടെ പ്രസൻറ്റേഷൻ മനോഹരമായിട്ടുണ്ട് അല്ലേ. എത്ര വ്യക്തമായിട്ടാണ് നമുക്ക് ഈ ഒരു കമ്പനിയെക്കുറിച്ചും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും മനോഹരമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊരു പുതിയ ആൾക്കാർക്കും ആദ്യമായിട്ട് വന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഷംന ടീച്ചർ പ്രസൻറ്റേഷൻ ചെയ്തത്. താങ്ക് യു വെരി മച്ച് ഷംന ടീച്ചർ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോൾ ഞാൻ ദുബൈയിലാണ്. ഏകദേശം 21 വർഷമായിട്ട് ഞാൻ ദുബൈയിലുണ്ട്. ഫാമിലിയോടൊപ്പം ദുബൈയിലാണ്. ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ 4 വർഷമായി ഈ വെസ്റ്റീജ് എന്ന ഒരു കമ്പനിയിൽ അസോസിയേഷൻ ചെയ്തിട്ട്. ഇതിൽ വരാനുള്ള കാരണം നല്ല ജോലി, നല്ല ശമ്പളമൊക്കെ ദുബായിൽ ഉണ്ടായിരുന്നു. ഫാമിലിയോടൊപ്പം കഴിയാനുള്ള വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ട് കൊറോണ വന്ന ഒരു ബുദ്ധിമുട്ട്, കൊറോണയിലുണ്ടായ നമ്മൾ പല ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. എനിക്കതുപോലെ എൻ്റെ വരുമാനം, ശമ്പളം കുറച്ച് പകുതിയായി മാറിയപ്പോൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടി. EMI അടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ലൈഫ് മുഴുവൻ സ്ട്രഗിളായി മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമുണ്ടായിരുന്നു. കയ്യിലുള്ള പൈസ കൊടുത്ത് ബിസിനസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി വഴി ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് വന്നു. കിട്ടിയ അവസരത്തെ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചു. 1.5 വർഷം ജോലിയോടൊപ്പം പാർട്ട് ടൈമായി ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സാധ്യതകൾ, വെസ്റ്റേജ് കമ്പനിയുടെ സാധ്യതകളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഫുൾ ടൈമായിട്ട് ദുബായിൽ തന്നെ ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം 13ഓളം രാജ്യങ്ങളിലേക്ക് ബിസിനസ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ ഒരു ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് പുതിയ ആൾക്കാരുണ്ടാവും. ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചായിരിക്കും നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. ഒന്നിക്കും നിങ്ങളെ പരിചയമുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പരിചയപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇന്ന് ഓൺലൈനിലൂടെ ചെയ്യുന്ന ബിസിനസ് ഒക്കെ നമുക്ക് ഭയമാണ്. ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകളും പൈസ പോകുന്ന പരിപാടികളും ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകൾ ബൾക്കായി വാങ്ങിപ്പിക്കുന്ന ബിസിനസ്സൊക്കെ നമ്മൾ കണ്ട് പേടിച്ചിരിക്കുന്ന ആൾക്കാരും കൂടുതലുണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തെ മനസ്സിലാക്കാൻ, പഠിക്കാനെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് 1-2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്ത് ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ് അവസരമായി മാറുവാണിത്. ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. വെറും ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെ നമ്മൾ വീട്ടിലേക്ക് ചിലവാക്കുന്ന എക്സ്പെൻസിലൂടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, ലക്ഷറി ലൈഫിലേക്ക് പോകാൻ ഒരവസരം, ജീവിതകാലം മുഴുവനും ഒരു പാസീവ് ഇൻകം വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു അവസരം, നമ്മുടെ കുട്ടികളെ സേഫ് ആക്കിയെടുക്കാൻ സാധിക്കുന്ന, ആരോഗ്യത്തോടെ ജീവിക്കാൻ, അസുഖമില്ലാത്തൊരു വ്യക്തിയായി മാറാൻ സാധിക്കുന്നു. ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ മാത്രം നമുക്കിത് ലഭിക്കുകയാണ്. ഇത്രയും നല്ലൊരു അവസരം നമുക്ക് എവിടെയും കിട്ടാനുണ്ടോ? ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചത് വഴി സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും സെലിബ്രിറ്റികൾ കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉപയോഗത്തിലൂടെ. അതുപോലെ കച്ചവടക്കാരും ഹോൾസെയിലർമാരും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കൺസ്യൂമറായ നമ്മൾ അധ്വാനിച്ച പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതല്ലാതെ
ഒരു ഓപ്പർച്യൂണിറ്റി പോലും നമുക്ക് അവിടെ ഇല്ല. ₹1 പ്രൊഡക്റ്റ് പോലും ഫ്രീ ആയിട്ട് ലഭിക്കാൻ അവസരം നമുക്ക് ലഭിക്കുന്നില്ല. ഇവിടെ വെസ്റ്റീജ് എന്നൊരു കമ്പനി 21 വർഷമായിട്ടുള്ള 450-ൽ പരം പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനി നമുക്കൊരു അവസരം തരുവാണ് നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും അതോടൊപ്പം ആരോഗ്യം ഉണ്ടാക്കാനും ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാനും. നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് മാറ്റാൻ നല്ല മനോഹരമായ പ്രോഡക്റ്റ്? ഇന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ കമ്പനി ഏകദേശം 8ഓളം രാജ്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തും നമുക്ക് എവിടെ നിന്നും ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്നു കൊണ്ട് പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളും ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് പറഞ്ഞ് ഒരു രജിസ്ട്രേഷൻ ചെയ്യുക, ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ 35% വരെ ഡിസ്കൗണ്ടിലാണ് നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. അതിൻ്റെ പ്രൈസ് നമുക്ക് ആലോചിച്ച് നോക്കുക. ഒരു ബ്രാൻഡഡ് നല്ല ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന സമയത്ത് നല്ല വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സാധാരണക്കാർ എങ്ങനെ വാങ്ങിക്കുക? ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് നോക്കി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ദുബായിലുള്ള സമയത്ത് എവിടെയാണോ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നത്, എവിടെയാണോ ഓഫറിൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്, അവിടെ ക്വാളിറ്റി നമുക്ക് തിരിച്ചറിയില്ലായിരുന്നു, അത് നോക്കാറും ഉണ്ടായിരുന്നില്ല. ഇന്ന് വെസ്റ്റീജിൽ വന്നതിന് ശേഷമാണ് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, എന്താണ് നമ്മൾ വില കുറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ദോഷങ്ങൾ വരുന്നതൊക്കെ മനസ്സിലാക്കിയത് വെസ്റ്റീജിൽ വന്നതിന് ശേഷമാണ്. ഒരു നോർമൽ വിലയിൽ ഏതൊരു സാധാരണക്കാരനും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലാണ് ഈ 100% നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മളിലേക്ക് കമ്പനി തരുന്നത്. അത് ഒരൊറ്റ ഉപയോഗത്തിലൂടെ നമ്മളിതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറും. ഒരു ഉപയോഗത്തിലൂടെ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ, അതും ഇത്രയും പ്രൊഡക്റ്റുള്ള നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്വാളിറ്റി, ആ ഒരു റിസൾട്ട് നമ്മളിതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറാക്കി മാറ്റുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇതിൻ്റെ അകത്തുള്ള ബിസിനസ് സാധ്യതകളെ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിലോട്ട് ഞാൻ വെസ്റ്റീജിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അതിന് കിട്ടിയ ആ ഒരു റിസൾട്ട്, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു മൗത്ത് അൾസർ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ മാറി എന്നുള്ളൊരു സന്തോഷം ഷെയർ ചെയ്തപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനും അത് ഉപയോഗിച്ച് നോക്കാനും തയ്യാറായി. ഇന്ന് അവരെല്ലാവരും ഇപ്പോൾ 4 വർഷത്തോളമായി ഈ കമ്പനിയുടെ റെഗുലർ കസ്റ്റമറാണ്. അതിൽ കുറച്ച് വ്യക്തികൾ ബിസിനസ്സിലോട്ട് കണക്റ്റായി അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാനും അവരിലൂടെ ഏകദേശം 5200-ലധികം ആൾക്കാർ 13ഓളം രാജ്യത്തിരുന്നുകൊണ്ട് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വെറും മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ, ഒരു സെലിബ്രിറ്റീസ് ഇല്ലാതെ നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഫ്രണ്ട്സ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറായപ്പോൾ അവരിലൂടെ ഒരു നെറ്റ്വർക്ക് ക്രിയേഷൻ ചെയ്യാനും ഏത് സമയത്തും അവർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരമാണ് ലഭിക്കുന്നത്. എന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കസ്റ്റമർ നമ്മളിലൂടെ ഒരു വ്യക്തി വഴി ആയിരക്കണക്കിന് ആൾക്കാർ ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഒരു 10 വർഷം വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? വേറെ ഒരു ജോലിക്കും പോകാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം 1.5 വർഷം കൊണ്ട് റിട്ടയർമെൻറ്റ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഈ ഒരു ബിസിനസ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊന്നും, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ആരും ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യം വരില്ല. അവരിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൈമാറാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള അവസരം എവിടെയെങ്കിലും നമുക്കുണ്ടോ? ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ 3 ജനറേഷനെ സേഫ് ആക്കി എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വീട് വെക്കാനും അതോടൊപ്പം ഒരു കാറ് വാങ്ങിക്കാനും. ഇന്ന് നമ്മൾക്കൊരു ജോലിയുള്ള സമയത്ത് ഒരു വീട് വെക്കണമെങ്കിൽ EMI ലോൺ എടുത്ത് അതിൻ്റെ വീടിൻ്റെ പെയിൻറ്റ് തീർന്നാൽ പോലും EMI തീരാത്ത അവസ്ഥയാണ്. ഒരു വണ്ടി വാങ്ങിച്ചാലും കാറ് വാങ്ങിച്ചാലും അതേ അവസ്ഥയാണ്. ഇവിടെ ഈ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട വീടുണ്ടാക്കാൻ ഹൗസ് ഫണ്ട് എല്ലാ മാസവും നമുക്ക് തരുന്നു. അത് 1 ലക്ഷം രൂപ വരെ മാസം വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കാറ് വാങ്ങിക്കാനുള്ള ഫണ്ട് തരുന്നു. വിദേശ യാത്രകൾ, ഏഷ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ അവസരം ലഭിക്കുകയാണ്. ഇങ്ങനെ നമുക്കൊരു ജോലിയിലൂടെ സാധിക്കും തോന്നുന്നുണ്ടോ? ഇന്നത്തെ അവസ്ഥയിൽ എത്ര നന്നായി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ സ്കിൽ അനുസരിച്ചുള്ള ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഇന്ത്യക്കാരെ എടുക്കാത്തൊരു അവസ്ഥ വന്നു. ഇന്ത്യക്കാർക്ക് വിസ പോലും കിട്ടുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ പേരൻസും മക്കളെ പഠിപ്പിക്കുകയാണ്. നന്നായി പഠിച്ച് അവരെ ഗൾഫിൽ അയക്കാനും അവർക്ക് നല്ലൊരു ജോലി അന്വേഷിച്ച് നടക്കുന്ന പേരൻസ് ആയിരിക്കും ഉണ്ടാവുക. ഗൾഫിലേക്ക് അവസ്ഥ വെച്ചാൽ ദുബായിലേക്ക് അവസ്ഥ, ജോലി കിട്ടാനേ ഇല്ല. ഇന്ത്യക്കാർ ആവശ്യമില്ല. ആഫ്രിക്കക്കാരും ഫിലിപ്പീൻസും നേപ്പാളുകളൊക്കെ വന്നിട്ട് ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലൊരു ജോലി കിട്ടിക്കാൻ 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയിൽ കൂടുതൽ ശമ്പളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എത്ര എഡ്യൂക്കേഷൻ ആയിക്കഴിഞ്ഞാലും എത്ര കഴിവുള്ള വ്യക്തി ആയിക്കഴിഞ്ഞാലും അതിനപ്പുറം വരുമാനം വാങ്ങിക്കാൻ സാധിക്കില്ല. പഠിച്ചിറങ്ങിയ കുട്ടികൾ കിട്ടിയ ശമ്പളത്തിൽ തൃപ്തിപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ അവിടെ സ്വപ്നങ്ങളൊന്നും നേടാൻ സാധിക്കാതെ ജീവിതങ്ങൾ തട്ടിക്കൂട്ടി കൊണ്ടുപോകുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാ പേരൻസ്, ഇവിടെ ഒരു പേരൻസ് ഉണ്ടെങ്കിൽ 18 വയസ്സായ മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അവരുടെ പഠനത്തോടൊപ്പം ഈ ബിസിനസ് അവർക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ പഠനം കംപ്ലീറ്റ് കഴിയുമ്പോൾ അവർക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും.
യാതൊരുവിധ ജോലിക്ക് പോകേണ്ട ഒരു സ്ട്രെസ്സും ഇല്ലാതെ അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ പറയുകയാണ്, ഈ ഒരു ബിസിനസ് അവസരത്തെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദ്യമേ പോയി ബിസിനസ് ചെയ്യാനോ കുറേ ആൾക്കാരെ പിടിച്ച് ജോയിൻ ചെയ്യിക്കുന്ന ബിസിനസ് അല്ല ഇത്. കുറേ പ്രൊഡക്റ്റ് വാങ്ങി വീടുകൾ തോടി വിറ്റ് നടക്കുന്ന ബിസിനസ് അല്ല ഇത്. ഈ ഒരു ബിസിനസ് അവസരത്തെ ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾ എല്ലാ സെഷനും ഇതിൽ നാട്ടിൽ നടക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. വെസ്റ്റ് ജി കമ്പനിയുടെ സൈഡിൽ നിന്നും അതോടൊപ്പം തന്നെ വിന്നിംഗ് ടീമിൻ്റെ സൈഡിൽ നിന്നും എല്ലാ ജില്ലകളിലും എല്ലാ ഏരിയകൾ ബേസായിട്ട് നമുക്ക് CND അതുപോലെ മറ്റുള്ള എല്ലാ പ്രോഗ്രാമും ഗോക്രോൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം വരാൻ പോകുന്ന അടുത്ത ജൂലൈ മാസം അഗ്രികൾച്ചറിൽ ഒരുപാട് ട്രെയിനിങ്സ് നമുക്ക് തരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് നാട്ടിൽ എത്ര കൃഷിക്കാരുണ്ട്, കൃഷിക്കാർക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം, അതിൽ കൃഷിയിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ആ വരുമാനത്തെ ഇരട്ടിയാക്കി കൊടുക്കാൻ സാധിക്കുന്ന ചെലവുകൾ ചുരുക്കിക്കൊണ്ട് കൃഷിക്കാർക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന അഗ്രി പ്രോഡക്റ്റ് നമ്മുടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിരവധി പ്രോഡക്റ്റുകൾ, ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് നിരവധി പ്രോഡക്റ്റുകളുണ്ട്. അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ, അനേകം ഫാമിലികൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സഹായകമാകും. ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സഹായകമാകും. എന്നെ സംബന്ധിച്ച് ഈ 20 വർഷത്തോളം ദുബായ് ഉണ്ടായിട്ട് പോലും ഒരു ഫാമിലിക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാനോ ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാനോ ആരെങ്കിലും സഹായിക്കാനോ എന്നെക്കൊണ്ട് സാധിച്ചില്ല ജോലിയിലൂടെ. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒരുപാട് ആൾക്കാർക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ, കുറേ ആൾക്കാർക്ക് ആരോഗ്യം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് ഏതെങ്കിലും ജീവിതത്തിൽ അങ്ങനെ സാധിക്കും തോന്നുന്നുണ്ടോ? ഒരു ജോലിയിലൂടെ അത് സാധിക്കും തോന്നുന്നുണ്ടോ? ഇനി നേരത്തെ പറഞ്ഞ പോലെ വിദേശ യാത്ര പോകാൻ, അതൊരിക്കലും നമുക്ക് ജോലിയിലൂടെ അവർക്ക് ഫോറിൻ കൺട്രിയിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും പോകാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഊട്ടിയിലോ കൊടൈക്കനാലോ അവിടെ എവിടെയെങ്കിലും പോകുന്നുണ്ടാവും. അതിന് 4-5 ദിവസം ലീവ് എടുത്ത് ആ ശമ്പളം നമ്മൾ അതിനകത്ത് ആ പൈസ എടുത്തിട്ട് പോകേണ്ട ആവശ്യം വരും. അത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ഹോസ്പിറ്റൽ കേസും മരുന്നുമായിട്ട് നടക്കുന്നുണ്ടാവും. നമ്മുടെ ചെലവുകൾ അവിടെ കുറഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു പൈസ പോലും നമ്മളെ കയ്യിൽ നിന്ന് എടുക്കാതെ വിദേശ യാത്രകൾ പോകാൻ, നമ്മളെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാതെ വാഹനം വാങ്ങിക്കാൻ, ഇതെല്ലാം നമുക്ക് അവസരം തരുന്നുണ്ട് ഈ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ. ഇത്രയും മനോഹരമായ ഒരു കമ്പനി 21 വർഷം ഒരു ഇന്ത്യൻ കമ്പനി അതേ പേരിൽ നിലനിൽക്കുന്നെങ്കിൽ, 10 പ്രൊഡക്റ്റിൽ തുടങ്ങിയ ഒരു കമ്പനി ഇപ്പം 480-ൽ പരം പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ 1000-ലധികം പ്രൊഡക്റ്റും 30ഓളം രാജ്യങ്ങളിലേക്ക് എത്തിക്കുക. ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളിൽ ഏതൊരു സാധാരണക്കാരനും ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാൻ ഒരവസരം കൊടുക്കുകയാണ്. വിദ്യാഭ്യാസം പ്രശ്നമല്ല, സൗന്ദര്യം പ്രശ്നമല്ല, ആരോഗ്യം പ്രശ്നമല്ല. സ്വപ്നങ്ങളുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ വെസ്റ്റേജ് കമ്പനി നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ഇനി നമ്മുടെ നാട്ടിൽ വരുന്ന ഓരോ പ്രോഗ്രാംസും, ഇപ്പോൾ അടുത്ത ജൂലൈ മാസം വരുന്ന ഗോക്രോൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ആ ഗോക്രോൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ബിസിനസ് ചെയ്യുന്ന സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഗോക്രോൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം പങ്കെടുക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് ഒരു 1 lakh+ ഇൻകം വാങ്ങിക്കാൻ സാധിക്കുന്ന അത്രയ്ക്കും നല്ല ട്രെയിനിങ്സ് അവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ FRU എന്ന് പറഞ്ഞ പ്രോഗ്രാം വരാറുണ്ട്. ഹൈദരാബാദിലേക്കായിരുന്നു FRU ഇത്രയും കാലം ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഇത് കേരളത്തിലേക്ക് വരാൻ പോവാണ്. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അടുത്ത് തന്നെയായി പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാംസും CND-കളായിക്കോട്ടെ, ഏത് തരം പ്രോഗ്രാമിലായിക്കോട്ടെ നമ്മളത് പങ്കെടുക്കാൻ സാധിക്കുവാണെങ്കിൽ, നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആവശ്യമുള്ള ആൾക്കാരെ അവിടെ എത്തിക്കാൻ സാധിക്കുവാണെങ്കിൽ അവർക്കും ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും കുറേ ഫാമിലിയെ സഹായിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുമ്പോൾ എല്ലാവരും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ആരാണോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരെ ഒന്ന് ശരിക്കും ഇന്ന് തന്നെ വിളിക്കുക, അവരോട് സംസാരിക്കുക. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യണം, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, അടുത്ത സെഷൻ എപ്പോഴാണുള്ളത് ആ സെഷൻ അറ്റൻഡ് ചെയ്യാൻ, അടുത്ത മീറ്റിംഗ് എപ്പോഴാണുള്ളത്, അടുത്ത പ്രോഗ്രാം എവിടെയുള്ളത് അത് അന്വേഷിച്ച് അത് കണ്ടെത്തി അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു ദിവസം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഈ ഒരു ദിവസം നിങ്ങൾക്ക് എന്നും ഓർക്കാൻ സാധിക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇങ്ങനെ വിന്നിംഗ് ടീമിൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ, ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാൻ എനിക്ക് തന്ന വിന്നിംഗ് ടീമിൻ്റെ ഓരോ ലീഡേഴ്സിനോടും നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ ദുബായിലാണുള്ളത്. കേരളത്തിൽ നടക്കുന്ന ഈ ഒരു വലിയൊരു പ്രോഗ്രാമിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് വിന്നിംഗ് ടീം ഓരോ ലീഡേഴ്സിനോടും. അതുപോലെ ബാക്ക് ടു സുഷിത മാഡം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ക്ലോസിംഗ് സെഷൻ ആയിരുന്നു. ഇറ്റ്സ് റിയലി ഇൻസ്പയറിംഗ് ഫോർ അസ്. താങ്ക് യു സോ മച്ച് സർ. ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ തന്റെ ലൈഫ് ചേഞ്ച് ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്ന ഷാജി ബീത്തൽ സാറിന്റെ വാക്കുകളാണ് നമ്മൾ ഇവിടെ എത്രയും നേരം കേട്ടത്. താങ്ക് യു സോ മച്ച് സർ. സാറിനുള്ള താങ്ക്സ് നമുക്ക് ഈ ഒരു ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അവസരം ഒരുക്കി തന്ന വിന്നിംഗ് ടീം ലീഡേഴ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത ഷംന മാമിനും ക്ലോസിംഗ് സെഷൻ വളരെ വണ്ടർഫുൾ ആയിട്ട്
കൈകാര്യം ചെയ്ത ഷാജി മീത്തൽ സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു പ്രസന്റേഷനിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഈ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നിങ്ങളുടെ ലൈഫ് എന്തെങ്കിലും തരത്തിൽ ചേഞ്ച് ചെയ്യാമെന്ന്? പക്ഷേ ഇവിടെ നമുക്ക് അതിനുള്ള അവസരമാണ് വെസ്റ്റീജ് കമ്പനി, ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുക, കൂടെ നിൽക്കുക. നിങ്ങളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ ഒരു ടീമിനോടൊപ്പം വെൽക്കം ടു വെസ്റ്റീജ് ഫാമിലി, നമ്മളെല്ലാവരും നിങ്ങളെ ഈ ഒരു വെസ്റ്റീജ് ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ.